ഈമാനിന്റെ ഇസ്ലാമിന്റെ രുചിയാണ് മഹബ്ബത്ത് റഹ്മത്ത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പരിശുദ്ധ ഇസ്ലാമിനെ ലോകം മുഴുവനും പ്രചരിപ്പിച്ചത്, പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നത് ആ രൂപത്തിൽ. അതാണ് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കണ്ടോ, കരുണക്കടലായ അല്ലാഹ്, കരുണാവാരിധിയായ അല്ലാഹ് ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാനുള്ളത് കൃപ കൊണ്ട് മാത്രമാണ്. അള്ളാഹിന്റെ കൃപ കൊണ്ട് രക്ഷപ്പെടണം നമ്മൾ. നോക്കൂ നിങ്ങൾ, സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു ചരിത്രത്തിൽ കാണാം. ഈസാ നബി അലൈഹിസ്സലാം ഒരു വഴിക്ക് ഇങ്ങനെ യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോകുമ്പോ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഒരു ഖബർ കണ്ടു. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നബിമാരിൽപ്പെട്ട ഒരു പ്രധാനിയല്ലേ. ഈസാ നബി അലൈഹിസ്സലാം ആ ഖബർ കണ്ടപ്പോ അതിന്റെ അടുത്ത് നിന്നിട്ട് ഒന്ന് നോക്കി. അമ്പിയാക്കൾക്ക് ഭൂമിന്റെ മുകൾ ഭാഗത്ത് നിന്ന് നോക്കിയാൽ തന്നെ എവിടേക്ക് കാണാം? അടിഭാഗത്തേക്ക് കാണാം. അത് അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത കഴിവാണ്. കഴിവ് അള്ളാഹു വ്യത്യസ്തമായി കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മളെ വീട്ടിലുണ്ട് കോഴി, ചങ്ങൻ കോഴി, പൂവൻ കോഴി. ആ കോഴി ഇങ്ങനെ എവിടെ നിൽക്കുകയാണ്? കോഴി പൂവാനായാലും വേണ്ട, ചങ്ങൻ കോഴി ആയാലും വേണ്ട, കോഴി ഇങ്ങനെ നമ്മളെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സിറ്റ് ഔട്ടിൽ കാലുകൊണ്ട് ഇങ്ങനെ മാന്തനങ്ങൾ കണ്ടുക്കണം. കോഴിക്ക് ഉറപ്പാണ് ടൈൽസുമ്പോൾ മാന്തിയിട്ട് ഇര കിട്ടൂല. കോഴി കാലുകൊണ്ട് ചവിട്ടി നിന്നാൽ തന്നെ അറിയാം അതിൻ്റെ അടിയിൽ കോഴിക്ക് തിന്നാൻ പറ്റുന്നുണ്ടോ അല്ലേ. അറിയില്ലേ? കോഴി നമ്മളെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെയാണ് നോക്കി മുറ്റത്തേക്ക് കുറച്ചു നേരം ഇങ്ങനെയാണ് നോക്കിയിട്ട് ഒരൊറ്റ ഓട്ടം ഓടിയിട്ട് ആ തെങ്ങും കുച്ചിക്കാൻ ചെന്നിട്ട് കാലുകൊണ്ട് ചനക്കിയിട്ട് അവിടുന്ന് പൂയരനെ എടുത്തു കൊടുത്തില്ലേ. നിങ്ങൾ കോയിനെ കണ്ടിട്ട് കാര്യത്തിലായി, അതാണ് ഞങ്ങൾക്ക് അറിയാത്ത. അപ്പൊ സിറ്റ് ഔട്ടിൽ നിന്ന് ദൂരൊക്കെ നോക്കിയാൽ തന്നെ കോഴിക്കറിയാം അതിൻ്റെ അടിയിൽ കൂടെ ആര് പോകുന്നുണ്ട്, മൂപ്പര ഇര പോകുന്നുണ്ട് എന്നുള്ളത് അല്ലേ. കോഴികളെ കൂട്ടത്തിലൊക്കെ സുന്നിയാളാണ്, ഒറ്റ വഹാബിയില്ലല്ലോ. എന്തുകൊണ്ട്? ഇതൊന്നും വഹാബികൾക്ക് ഇതൊന്നും പറ്റുവരാത്തത് കൊണ്ടാണ്. അതാ കോഴിക്കളെ കൂട്ടത്തിൽ മുഴുവൻ സുന്നിയാളാണ്, ഒറ്റൊന്നും വഹാബിയില്ല. അത് ഇല്ലാത്ത കഴിഞ്ഞപ്പോൾ അതിന് മാത്രമല്ല, അള്ളാഹിന്റെ മലക്കുകൾ എത്രണ്ട്, ആയിരക്കണക്കല്ല കോടിക്കണക്കിന് മലക്കുകളുണ്ട്, ഒറ്റ മലക്കും വഹാബിയില്ലല്ലോ. നിങ്ങൾ ഇതുവരെ കേട്ടിക്കണം ആ മലക്ക് വഹാബിയാണല്ലോ? അല്ല, നിങ്ങൾ കേട്ടിക്കണം. അപ്പൊ അതല്ല പറഞ്ഞത്, മലക്കുകളെ കൂട്ടത്തിൽ വഹാബികളില്ല. അത് മാത്രമല്ല, 1,00,000-ലധികം നബിമാരുണ്ട്, ഒറ്റ നബി മുജാഹിദ് ഉണ്ടോ? നിങ്ങൾ ഇതുവരെ കേട്ടിക്കണം ആ നബി മുജാഹിദാണല്ലോ? ഒറ്റൊന്നില്ല, നബിമാരെ കൂട്ടത്തിലില്ല. എന്നാ ഞാൻ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക്. കോഴിക്കോട് പുതിയൊരു ഔലിയ വന്നിക്കണ്, നല്ല ദുആക്ക് ഉത്തരമുള്ള ആളാണ്, വഹാബിയാണോലോ? നിങ്ങൾ ഇതുവരെ കേട്ടിക്കണം. എന്തുകൊണ്ട്? ഔലിയാക്കളെ കൂട്ടത്തിൽ വഹാബികളില്ല. നമ്മളൊരു സംഗതി പഠിച്ചുമ്പോൾ അത് പൂർത്തിയാക്കിയിട്ട് പഠിക്കണം. ഔലിയാക്കളെ കൂട്ടത്തിൽ വഹാബികളില്ല, പിന്നെ അമ്പിയാക്കളെ കൂട്ടത്തിലില്ല, മലക്കളെ കൂട്ടത്തിലുമില്ല. ഇങ്ങനെ ഈ പോകണ അള്ളാഹിന്റെ ജീവികൾ കുറേ ഉണ്ടല്ലോ, അതിലൊരൊറ്റൊന്നിലുമില്ല. ഇത് അള്ളാഹ് വെറുക്കപ്പെട്ട ഒരു പ്രത്യേക വിഭാഗമാണ്. അതിൽ ചേർന്ന് ഈമാൻ കേടുവരാതെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതിന് നിങ്ങൾ ആമീൻ ആ വഴുന്നത് കിട്ടിയാൽ പരതി ഈമാന്റെ കാര്യമാണ്. അള്ളാഹുവേ നീ കാവലാകണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സ്വഹാബാക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാം ഒരു വഴിക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് ആ ഖബറിന്റെ അടുത്തെത്തി. ഖബറിലേക്ക് നോക്കുമ്പോൾ ആ ഖബറിൽ കിടക്കുന്ന ആള് ഭയങ്കരമായി ശിക്ഷിക്കപ്പെടുകയാണ്. ഖബറിലെ അദാബ് കണ്ടിട്ട് ഈസാ നബി എന്നെ ബേജാറായി പോയി. ഈസാ നബി അലൈഹി സ്വലാം അത് കണ്ട് മനസ്സുകൊണ്ട് ബേജാറായി. മൂപ്പര് യാത്ര തുടർന്നു. യാത്ര എങ്ങനെ തുടർന്ന് എവിടേക്കാണോ പോകുന്നത്, ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈസാ നബി അലൈഹി സ്വലാം പിന്നീട് സാവകാശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പം നേരത്തെ ഖബർ കണ്ട സ്ഥലം ഉണ്ടല്ലോ, ആ ഖബറിന്റെ അവിടെ എത്തിയപ്പോൾ ഈസാ നബിക്ക് ഒന്നും കൂടി ആ ഖബറിന്റെ അടുത്ത് എത്തിയിട്ട് ഈസാ നബി ആ ഖബറിന്റെ എത്തിയിട്ട് താഴോട്ട് കണ്ട് നോക്കി. അപ്പൊ നോക്കുമ്പോ ആ ഖബറിൽ കിടക്കുന്ന ആൾ ഒരു പുതപ്പൊക്കെ പുതച്ചിട്ട് നല്ല സുന്ദരമായിട്ട് പുഞ്ചിരിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. പടച്ച തമ്പുരാനെ, ഈസാ നബി ഇങ്ങനെ നോക്കി. ഞാൻ അങ്ങോട്ട് പോകുമ്പോ കണ്ട ഖബറല്ലത്, സ്ഥലം മാറിയോ? സ്ഥലമൊന്നും മാറിയിട്ടില്ല, ഖബറൊന്നും പേച്ചിട്ടില്ല എന്ന് ഉറപ്പായപ്പോ മൂപ്പര് ഒന്നും കൂടി നോക്കി. അപ്പൊ നോക്കുമ്പോ ഖബറിൽ കിടക്കുന്ന ആള് നല്ല റാഹത്തിൽ ഇങ്ങനെ കിടക്കാണ്, പുഞ്ചിരിച്ച്. ഉടനെ ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിലേക്ക് കൽബുയർത്തി. അള്ളാഹിനോട് ചോദിച്ചു, റബ്ബേ, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഖബറിൽ കണ്ട അവസ്ഥയും ഇപ്പൊ കാണുന്ന അവസ്ഥയും തമ്മിൽ വല്ലാത്ത വ്യത്യാസമുണ്ടല്ലോ റബ്ബേ, ഇതെന്ത് സംഭവമാണ്? ആ സമയത്ത് അള്ളാഹു തആല, ഓ ഈസാ, ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ നല്ല മനുഷ്യനാണ്. പക്ഷേ അയാളെത്തി ചില പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. തൗബ ചെയ്യാൻ അവസരം കിട്ടാതെ അയാൾ മരണപ്പെട്ടു പോയി. അയാൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് നിങ്ങൾ പോകുന്ന സമയത്ത് കണ്ടത്. അപ്പൊ ഈസാ നബി ചോദിച്ചു, പടച്ചോനെ, പിന്നെ എങ്ങനെ ഇപ്പം മാറ്റം വന്നത്? ഖബറിൽ തൗബ ഇല്ലല്ലോ. ഖബറിൽ തൗബ ഉണ്ടോ?
ഖബറിൽ തൗബ ഉണ്ടെങ്കിൽ നമ്മൾ തിരക്കതിയാടാൻ നിൽക്കണം. അവിടെ തൗബ ചൊല്ലി അങ്ങനെ കടന്നാൽ പോരെ. അവിടെ വേറെ പണിയൊന്നുമില്ലല്ലേ. അത് കുട്ടികളോ മക്കളോ കൃഷിയോ LDF UDF ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ, ഇല്ലേ? അവിടെ പള്ളിയോ മദ്രസയോ കേസോ ദർസോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവിടെ തൗബ ചൊല്ലി അങ്ങനെ കടന്നാൽ പോരെ. ഖബറിൽ തൗബ ഇല്ലല്ലോ പഠിച്ചോനെ. പിന്നെ എങ്ങനെ ഇയാൾക്ക് ഈ മാപ്പ് കിട്ടിയത്? ആ സമയത്ത് അല്ലാഹു ജല്ല ജലാലുഹു ഈസാ നബി അലൈഹി സ്വലാമിനോട് പറയുകയാണ്, ഓ ഈസാ, ഈ മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. ആ പെണ്ണ് വിധവയായ പെണ്ണ് പ്രസവിച്ചു. യത്തീമായ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ആ ആൺകുട്ടി വളർന്ന് വലുതായപ്പോൾ ആ ഉമ്മ ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു മുഅല്ലിമിനെ ഏൽപ്പിച്ചു കൊടുത്തു, ഒരു ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ ഉസ്താദ് ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, 100 ഏടുകൾ, ഇതിന്റെ ഒക്കെ പരിസമാപ്തിയായി വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ മൊത്തം കലാമിന്റെ രാജവചനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലൈഹാ 19. നരകത്തിന്റെ പാറാവുകാര് 19 മലക്കുകളാണ്. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ 19 അക്ഷരങ്ങളാണ്. അല്ലാഹ്, അർ റഹ്മാൻ, അർ റഹീം 19 അക്ഷരങ്ങളാണ്. ഈ 19 കൊണ്ട് ആ 19നെ കാത്തോ മുഹമ്മദ് മുസ്തഫ. നരകത്തിലേക്ക് പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 19 ഹർഫാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈസാ നബിയെ ആ ഉമ്മ ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു മുതഅല്ലിമാക്കി, ആ കുട്ടിയെ മുഅല്ലിമിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ ഉസ്താദ് ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ബിസ്മില്ലാഹ് അർ റഹ്മാൻ അർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ കുട്ടി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ കുട്ടി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് റബ്ബ് തആല ഈസാ നബിയോട് പറയുന്നു, ഓ ഈസാ, ഭൂമിയുടെ മുകൾ ഭാഗത്തിരുന്നു കൊണ്ട് ഇദ്ദേഹത്തിന്റെ എട്ടും പൊട്ടും തിരിയാത്ത ആ ഓമന മകൻ ആ കുട്ടി ഇങ്ങനെ ദ്വാരക്ക, കരുണക്കടലായ അല്ലാഹ്, കരുണാവാരിധിയായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനായ അല്ലാഹ്. ആ കുട്ടി ഭൂമിയുടെ മുകളിൽ നിന്നുകൊണ്ട് അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ഓന്റെ വാപ്പാനെ ഞാനിവിടെ ഖബറിന്റെ അടിയിൽ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇത് രണ്ടും കൂടി എന്റെ റഹ്മത്തിനോട് യോജിച്ചതല്ല. അതുകൊണ്ട് എട്ടും പൊട്ടും തിരിയാത്ത യതീമായ മോന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയതിന്റെ പുണ്യം കൊണ്ട് വാപ്പാന്റെ ദോഷം ഞാൻ പുറത്തു കൊടുത്തു. അതാണ് ഇപ്പോൾ നിങ്ങൾ ഖബറിൽ കണ്ടത്. റഹ്മത്ത് വേണം, റഹ്മാൻ വേണം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹു കരുണാവാരിധിയാണ്, അല്ലാഹു കരുണക്കടലാണ്. ആ കരുണക്കടലായ റബ്ബിന്റെ കൃപ നമുക്ക് കിട്ടുമെന്നത് തീർച്ചയാണ്. وإني استحييت من عبدي أن أعذبه في بطن الأرض وولده يذكر اسمي في ظهرها. ഭൂമിയുടെ ഉപരിഭാഗത്തിരുന്നു കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണക്കടലായ അല്ലാഹ്, കരുണാവാരിധിയായ അല്ലാഹ്, അതിങ്ങനെ ആ കുട്ടി ഓതിക്കൊണ്ടിരിക്കുക. ഓന്റെ വാപ്പാനെ ഞാൻ താഴെ ശിക്ഷിക്കുകയും ചെയ്യാം. ഇത് രണ്ടും കൂടി എന്റെ റഹ്മാനിയത്തിനോട് ചേർന്നതല്ല. അതുകൊണ്ട് കുട്ടി ബിസ്മില്ലാഹി ഓതിയതിന്റെ പുണ്യം കൊണ്ട്, റഹ്മാനുർ റഹീം ഓതിയതിന്റെ ബർക്കത്ത് കൊണ്ട് വാപ്പാക്ക് ഞാൻ പുറത്തു കൊടുത്തു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എന്തൊക്കെ വിഷയങ്ങളാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളെ ഒരു കുട്ടിനെങ്കിലും, നമുക്ക് അല്ലാഹു തആല മക്കളെ തന്നാൽ ഒരു കുട്ടിനെങ്കിലും മുതഅല്ലിമാക്കണം. അത് നമ്മളെ തലക്കുമ്പുറത്ത് ഓതാനാണ്. ഞാൻ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ഞങ്ങൾ 9 മക്കളാണ്. ഞാൻ താഴ്ന്ന് എണ്ണിയാലും 5-ാമത്തെ ആളാണ്, മേലെ ഇങ്ങോട്ട് എണ്ണിയാലും 5-ാമത്തെ ആളാണ്. പ്രത്യേക ആനുകൂല്യമൊന്നുമില്ല, ഇതിലിങ്ങനെ പോകാം. താഴ്ന്ന് ഇങ്ങോട്ട് മേലെന്ന് എണ്ണിയാലും 5-ാമത്തെ ആളാണ്, മേലെന്ന് കീപ്പോട്ട് എണ്ണിയാലും 5-ാമത്തെ. സെൻട്രൽ ഫോർവേഡാണ് ഞാൻ പേരിൽ. അപ്പോൾ പ്രത്യേകിച്ച് വലിയ കുട്ടിയാന്നുള്ള അതുമില്ല, ചെറിയ കുട്ടിയാന്നുള്ള അതുമില്ല. ഈ പോക്ക് ഇങ്ങനെയാണ് പോകാം. അല്ലാഹു ഖൈറാക്കട്ടെ, ഞാൻ അപ്പോൾ ഇരിക്കട്ടെ. അപ്പം ഞാൻ പറയുന്നത്, നമ്മളെ മക്കൾ ഒരു കുട്ടിനെങ്കിലും നമ്മൾ ഖുർആൻ ഹാഫിളാക്കുക, മുതഅല്ലിമാക്കുക. ഈ നാട്ടിൽ പ്രിയപ്പെട്ടവരെ 100 വീട്ടുകാരുണ്ടെങ്കിൽ ഓരോ വീട്ടിലും ഒരു കുട്ടിനെ നമ്മൾ ദർസിലാക്കുക. എല്ലാ വാപ്പാരോടും ഉമ്മാരോടും ഞാൻ പറയുന്നത്, ഒരു കുട്ടിനെങ്കിലും ദർസിലാക്കണം. ആ കുട്ടി നമുക്ക് ഉപകരിക്കും. ആ കുട്ടി നമുക്ക് ദുനിയാവിലേക്കും ഉപകരിക്കും, ആഖിറത്തിലേക്കും ഉപകരിക്കും. നമ്മളെ മയ്യത്ത് നിസ്കരിക്കാൻ, നമ്മളെ ഖബറിങ്ങൽ ഓതാൻ. എൻ്റെ അപ്പ എപ്പോഴും പറഞ്ഞു, എൻ്റെ തലക്കുമ്പുറത്ത് ഓതാൻ ഒരു കുട്ടിനെ ഞാൻ പറഞ്ഞയച്ചിരിക്കണ്. ഒരു കുട്ടിനെ മുതഅല്ലിമാക്കിയതിനെ പറ്റി. അതാ അല്ലാഹു റബ്ബി. എൻ്റെ മക്കളെ കൂട്ടത്തിൽ 2-ാമത്തെ കുട്ടിയുണ്ട്. SSLC കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സംശയം, ഇവൻ എൻ്റെ ലൈനിൽ നിന്ന് കിട്ടാതെ ആകുമോ. 10-ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ കുട്ടികൾ അങ്ങനെയാണ്. മൂത്തോൻ എന്തായി, ഖുർആൻ ഹാഫിളായി, ഇപ്പൊ ഇക്കൊല്ലം സക്കാഫിയായി. അൽഹംദുലില്ലാ, അല്ലാഹു തആല ഖൈർ നൽകട്ടെ. മക്കളെ കൊണ്ടൊക്കെ എല്ലാവർക്കും നീ ഗുണം ചെയ്യണേ അല്ലാഹ്. 2-ാമത്തെ മകനുണ്ട് ഇസ്മായിൽ. അങ്ങനെയൊക്കെ ആ 10-ാം ക്ലാസ്സിൽ ഇങ്ങനെ എത്തിയപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഇവനെ ഞാൻ പിടിച്ചു കൊടുത്ത് കിട്ടാതെ ആകുമോ. അപ്പോഴാണ് നമ്മളെ ബാർക്കവി ഉസ്താദ് കെയർ ഓഫിൽ അജ്മീർക്ക് ഒരു സിയാറത്ത് പോകുന്നുണ്ട്. ഞാൻ മെല്ലെ ഓനെ കമ്പം പിടിപ്പിച്ചിട്ട് ഇവരെ കൂട്ടത്തിലാണ് കൂട്ടിക്കൊടുത്തത്. ഓനെന്ന് 10-ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ. ആ 10-ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ ബാർക്കവി ഉസ്താദിന്റെ കൂട്ടത്തിൽ അജ്മീർക്കുള്ള യാത്രയല്ല, ആ അജ്മീർ യാത്രയിലാണ് കൂട്ടിക്കൊടുത്തത്. അല്ലാഹു റബ്ബി,
അജ്മീർ ഖാജ തങ്ങൾക്ക് അങ്ങോട്ടും തിരിച്ചു ഇങ്ങോട്ടും എല്ലാ ദുആയിലും വാക്കവിസ്താദ് ദ്വാർന്നു. എന്ത് പഠിച്ചോൻ ഈ കുട്ടി കൂറ്റമ്പാറ ഉസ്താദിന്റെ കുട്ടിയാണ്, ഓനെ ഒരു അരിമാക്കാൻ മുത്താലിമാക്കാൻ. അത് നമ്മൾ തമ്മിലുള്ള ഒരു മഹബത്താണല്ലോ. ഞാൻ ഉസ്താദിനോട് പ്രത്യേകം വിളിച്ചിട്ട് എൻ്റെ മകണ്ട് എന്നൊന്നും പറയാൻ നിന്നിട്ടില്ല. അങ്ങനെ ഒരു പരിഗണന വേണ്ട, ഒറ്റക്ക് മൊത്തം. അല്ലാഹു റബ്ബി അജ്മീർ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇപ്പം ഞാൻ ഓതാൻ പോവാണ്. അൽഹംദുലില്ലാഹ്. +2 കഴിഞ്ഞപ്പോൾ മോനിക്ക് മർക്കസിൽ ഇതുണ്ടല്ലോ നമ്മളെ നോളജ് സിറ്റിയിൽ അഡ്വക്കേറ്റ് സക്കാഫി, അപ്പോൾ അതിന് പഠിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം അൽഹംദുലില്ലാഹ് പൊന്മുള ഉസ്താദ് അതുപോലത്തെ മഹാന്മാരൊക്കെ അവിടെ ദർശനുണ്ട്. ആ ശരീഅത്ത് കിതാബിൽ അതിലുണ്ട്, ലോ കോളേജിൽ അതിലുണ്ട്. അള്ളാഹു മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ മക്കളെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഓതാൻ പറഞ്ഞേക്കാൻ നിങ്ങൾ ഒരു പേടിയും പേടിച്ചണ്ട. 2 വിദ്യാഭ്യാസം ഒരുമിച്ച് കിട്ടുകയാണ്. നിങ്ങളിവിടെ വെറും കോളേജിൽ മാത്രം പോണ കുട്ടികളല്ലേ, +1 +2 ഡിഗ്രി അങ്ങനെ PG, അതിന് നിങ്ങൾക്ക് എന്താണ് പിന്നെ അത് BCom B.Ed ഏതെടുത്ത കുട്ടികളുണ്ടോ ഞങ്ങൾ മുത്താലിമിങ്ങളെ എടുത്തുകൊണ്ട് കൊണ്ടുവരും. നമുക്ക് 2 കൂട്ടരൊന്ന് ഇംഗ്ലീഷ് പറഞ്ഞു നോക്കാം. അവിടെയല്ലേ നമുക്ക് കളി നോക്കേണ്ടത്. പോലും നമ്മളൊന്ന് നോക്കാം, ഒന്ന് ഇംഗ്ലീഷിലൊന്ന് സ്പീച്ച് നടത്തി നോക്കാം എന്നറിയാലോ നമ്മളെ മുത്താലിമിങ്ങൾ പോലുമായിട്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഇസ്ലാമിനെ ആധികാരികമായി സംസാരിക്കാൻ ഇപ്പം നമ്മളെ കോളേജിലൊക്കെ വലിയ വലിയ പ്രൊഫസർമാരെ നമ്മളെ ക്ലാസ് എടുക്കാൻ വേണ്ടിക്കൊണ്ട് അല്ലെ, കോളേജ് പ്രൊഫസർമാരെ അവർ വന്നിട്ട് ചോദിക്കാം ഏത് ഭാഷയിലാണ് ക്ലാസ് എടുക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിലാണ് കുട്ടികൾ. ഒരു ഞാൻ നമ്മളെ മുത്താലിമിങ്ങൾ വെറും ഈ മലയാളത്തിൽ കുത്തിരിക്കാണ് പഴയ മാതിരി. ഇപ്പൊക്കെ കുട്ടികൾ ഇംഗ്ലീഷിന് ഇംഗ്ലീഷ്, ഉറുദുവിന് ഉറുദു, മലയാളത്തിന് മലയാളം. അതുകൊണ്ട് എല്ലാ വാപ്പാരോടും മാരോടും ഞാൻ പറയാണ്, കോളേജ് കഴിഞ്ഞ് കുട്ടികൾ പാസ്സായ ശേഷം ഖാദിയാകെ, ഖത്തീബാകെ, മുഅല്ലിമാകെ, വില്ലേജ് ഓഫീസറാകെ, തഹസിൽദാറാകെ, കലക്ടറാകെ, എന്താ ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഉണ്ടോ നമ്മളെ കുട്ടികളൊക്കെ ഗവൺമെന്റിൽ ജോലിക്ക് കയറി, വില്ലേജ് ഓഫീസറായി ഒരാൾ, തഹസിൽദാറായി ഒരാൾ അസിസ്റ്റന്റ് കലക്ടറായി, അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. രാവിലെ നീച്ചുകാണ്ട് മദ്രസയിൽ 2 മണിക്കൂർ ചൊല്ലിക്കൊടുത്തോളൂ ഓരോ വകയായിട്ട്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ദർസ് ഉണ്ടെങ്കിൽ 2 ദർസ് അവിടെ കിതാബ് ഓതി കൊടുത്തോളും. ഒരു പിന്നെ വില്ലേജ് ഓഫീസിൽ പോയിക്കോട്ടെ, എന്താ പ്രശ്നം? ദീൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും ഖാദിയാകുക എന്നുള്ളതല്ല, ആണോ? ദീൻ പഠിക്കുക എന്നുള്ളത് എല്ലാവരും ഖത്തീബായിക്കൊള്ളുന്നുണ്ടപ്പോ അതൊന്നുമില്ല. അപ്പൊ ദീൻ എവിടെ പോയാലും ഒരു കലക്ടർ ആയാലും IAS ആയാലും IPS ആയാലും IFS ആയാലും ഒക്കെ എന്ത് വേണം? ദീനുണ്ടാവും. അപ്പോഴാണ് എൻ്റെ വാപ്പ ഇന്നതാണ്, എൻ്റെ അമ്മ ഇന്നതാണ്, ബാക്കിയുള്ളതാണ്. പടച്ചോനെ വീടുകളിലൊക്കെ മുത്താലിമിങ്ങൾ ഭക്ഷണത്തിന് ഇവിടെ എനിക്ക് നാടിനെ വലിയ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ 85 മുത്താലിമിങ്ങളുണ്ട് ഇവിടെ. ആ 85 കുട്ടികൾക്കും ഭക്ഷണം 100-ന് താഴെയുള്ള വീട്ടിലാണ്. അള്ളാഹു ഈ നാട്ടുകാർക്ക് റഹ്മത്ത് ചെയ്യണം. വല്ലാത്തൊരു സന്തോഷം. ഇന്നെൻ്റെ 1970 ഓതാൻ വേണ്ടി ഒരു പള്ളിയൊക്കെ കൊണ്ടേ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇവിടെ ചെറിയ മഹലാണ്, ഇവിടെ ഇപ്പം നിർത്തുന്നതിന് കുഴപ്പമില്ലേനും, പക്ഷെ ഇനി ഇവിടെ ഭക്ഷണം കൊടുക്കാൻ വീട്ടുകാരില്ല, ഭക്ഷണം കിട്ടൂല. അപ്പോൾ ഞാൻ പല മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ഇപ്പോൾ ഉസ്താദിനോട് ഓനെ ഞാനേ ഓതാൻ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ നിയത്ത് ചെയ്ത് കൊണ്ടുവന്നതാണ്, ഓ ഇവിടെ നിന്നോട്ടെ, ഭക്ഷണമൊക്കെയാണ് കിട്ടിക്കൊള്ളുന്നത്. പടച്ച തമ്പുരാനെ, നിങ്ങൾക്ക് ചിരിച്ചാൽ മതി. ഇഞ്ച അവസ്ഥ ആലോചിച്ച് നോക്കാൻ നിങ്ങൾ, നിങ്ങൾക്ക് നല്ല രസം. അപ്പം ഞാൻ അവിടെ നിന്ന് എല്ലാവരും അസർ നിസ്കാരം കഴിഞ്ഞ് വാപ്പ പോയി, ഇപ്പൊ പോയി. പിന്നെ രാത്രി ഇശാ നിസ്കരിച്ചങ്ങാണ്ട് അവിടെ ഉള്ള ആൾക്കാർ ഒരു മുത്താലിമിന് ഒരാൾ കൊണ്ടേ, മറ്റേ മുത്താലിമിനെ കൊണ്ടേ, എല്ലാവരും കൊണ്ട് ഞങ്ങൾ 6 മുത്താലിമിങ്ങൾ ബാക്കിയായി. ഞങ്ങളെ കൊണ്ടുപോകാൻ ആളില്ല. അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ പള്ളിക്കത്തെ ഉസ്താദിന് ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം അവിടുത്തെ പള്ളിക്കത്തെ മൊല്ലാക്കിയാൽ കൊണ്ടുവരിക ഭക്ഷണം. അയാൾക്കുള്ള ഭക്ഷണം ഉസ്താദിൻ്റെ ഒപ്പം തന്നെയാണ്. അയാളോട് ഒന്ന് കഴിച്ചു വരികയാണെന്ന് വെച്ചാൽ പിന്നെയും തിരക്കുള്ളത്. അയാളത് ഇതിൽ തന്നെയാണ്, ഇതിൽ തന്നെയാണ്. അപ്പോൾ ഉസ്താദിൻ്റെ ഭക്ഷണത്തിൻ്റെ പാസിൽ ആരുണ്ട്? മൊല്ലാക്കുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാനായപ്പോൾ ഉസ്താദ് ഞങ്ങളൊക്കെ വിളിച്ചിരുത്തി. അപ്പോൾ ഞങ്ങൾ 6ഉം 2ഉം എത്ര ആളായി? 8 ആളായി. ഈ അട്ടിപ്പാത്രത്തിൻ്റെ അടിയിലെ പാത്രത്തിലാണ് ചോറുണ്ടായത്. എന്തെങ്കിൽ അത് നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ നല്ലോണം അറിയാം. ഞാൻ പെണ്ണുങ്ങളോട് പറയുന്നത് പള്ളികൾക്ക് കൊടുത്തേക്കണതൊന്ന് നല്ലോണം അമർത്തി കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോൾ ആ അടിയിലെ പാത്രത്തിലെ ചോറ് ഇങ്ങനെ വിളമ്പിയിട്ട് ഉസ്താദ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇട്ടു തന്നു. അപ്പോൾ ഞങ്ങൾ 7 ആളെ പാത്രത്തേക്കും ഓരോ പൊടി ഇങ്ങനെ വാരി ഇട്ട് തന്നപ്പോൾ പിന്നെ നോക്കുമ്പോൾ പാത്രം കാര്യമായി, ഉസ്താദിന് ചോറില്ല. അതിന് ഞങ്ങളൊക്കെ ഓരോരോ ചെറിയ പൊടി വാരിയിട്ട് ഉസ്താദിൻ്റെ പാത്രത്തേക്ക് അങ്ങോട്ട് ഇട്ടു കൊടുത്തു. അങ്ങനെയാണ് നമ്മളൊക്കെ ഓതി പഠിച്ചത്. അങ്ങനെയാണ് ഓതി പഠിച്ചത്. പടച്ചോനെ നിങ്ങൾ ഓർമ്മിച്ച് നോക്കണം. അങ്ങനെയാണ് നമ്മൾ ഉസ്താദുമാർ തർബിയത്ത് ചെയ്തത്. അങ്ങനെ കഷ്ടപ്പാടൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനായത്. അങ്ങനെ നമ്മളെ പഠിപ്പിച്ച ഉപ്പ മരണപ്പെട്ടു പോയി, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കണം. ഉമ്മ മരണപ്പെട്ടു പോയി, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കണം. നമ്മൾ ആ ഉസ്താദുമാരൊക്കെ വഫാത്തായി പോയി, അള്ളാഹു ദർജ ഏറ്റി കൊടുക്കണം. എന്താ ഓൽക്കൊക്കെയുള്ള വരുമാനം? ഈ കൂടി എത്ര ആൾ ആമീൻ പറഞ്ഞു? ഇപ്പം എത്ര ആൾ ആമീൻ പറഞ്ഞു? ഇവിടെ ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നോക്കിയാൽ ഇതൊരു 250 ആളുണ്ട്.
ഇത്ര പെണ്ണുങ്ങളെയും കൂട്ടാൻ നമുക്ക് എത്ര ആളായി? 500 ആളായി. ഇങ്ങനെ 500 ആളെ നമ്മൾ മനുഷ്യന്മാരുണ്ടെങ്കിൽ വലഭാഗത്തും ഇടഭാഗത്തും 2 മലക്കൾ ഉറപ്പല്ലേ? അതെന്ത് നിങ്ങൾക്കൊരു സംശയം? 2 മലക്കൾ ഉറപ്പല്ലേ? ഇപ്പൊ മലക്കൾ എത്രയായി? 1000 ആയി. 1000 മലക്കളും 500 മോമിനിങ്ങളും അപ്പൊ എത്രയായി? 1500. അള്ളാഹു നമ്മളെ മരിച്ചവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. ഇപ്പൊ എത്ര ആമീനായി? 1500 ആമീനായി. 1500 ആമീൻ. ഒരു ആമീൻ അള്ളാഹ് പ്രതിഫലം രേഖപ്പെടുത്തുന്നത് 1-ന് 10 ആണ്. 1500 10 എത്രയായി? 15000. 15000 ആമീൻ നമ്മളെ ഉപ്പാന്റെ കബറിലേക്ക് കിട്ടി, ഉമ്മാന്റെ കബറിലേക്ക് കിട്ടി, ഉസ്താദിന്റെ കബറിലേക്ക് കിട്ടി, മരിച്ചോലെ കബറിലേക്ക് കിട്ടി. അതിനാണ് ഒരു കുട്ടിനെ ഓതാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞത്. മരിച്ച് കബറിൽ കിടക്കുമ്പോൾ അതിന്റെ ഗുണം അറിയാം. ഞാനെങ്ങനെ ആ നാട്ടിൽ നിന്ന് പിറ്റേന്ന് രാവിലെ സുബൈക്കുമ്പോളപ്പം ചായ പിടിച്ചോളൂ. രാവിലെ ഒരു 7 മണിക്കുണ്ട് ഒരു പേർക്കാർ വന്നിക്കാണ്. ഒരു മുത്താലിമിനെ ചായക്ക് വേണമെന്നാണ് ഞാൻ. ചായ മാത്രം. ഒരു പാവപ്പെട്ടൊരു ഉമ്മണ്ട്, കുഞ്ഞാത്താത്താറുണ്ട്. അപ്പൊ ഈ 6 ആളെ കൂട്ടത്തിൽ ഉസ്താദ് തെരഞ്ഞപ്പോൾ ഇനിയാ കിട്ടിയത്. അൽഹംദുലില്ലാഹ് കഴിച്ചതായിപ്പോയി. ആ അമ്മാൻ്റെ അടുത്തേക്ക് ചായക്ക് പറഞ്ഞയച്ചു. ഞാനവിടെ ചായ കുടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ എന്താ നിങ്ങൾ, ഇൻ്റെ പ്രായമുള്ള ഒരു കുട്ടിയും ഇന്നേക്കാളും 2 വയസ്സ് മൂത്ത് 2 ആൺകുട്ടികളുണ്ട് അവിടെ. 2 ആൺകുട്ടികൾ. ഞാൻ ചായ കുടിച്ചിങ്ങാണ്ട് ഇറങ്ങി നോക്കുമ്പോൾ ഇവർ 2 ആളും പമ്പരം കളിച്ചാണ്. ഞാനാണെങ്കിൽ നാട്ടിൽ നിന്ന് അതിൻ്റെ ആസാമിയാണ്. അപ്പം ഞാൻ ഓലപ്പം പമ്പരം കളിച്ചാൻ കൂടി. ഓൽക്കും എനിക്ക് കളി അറിയുന്നതുകൊണ്ട് ഓൽക്കും നല്ല റാഹത്തായി. അങ്ങനെ പമ്പരം കളിയാണ് തുടങ്ങി. ഒരു 9-9:30 ആയപ്പോഴാണ് ഈ ചെറുവരിത്തെ ഈ ഉമ്മ, ഞാൻ പള്ളിക്കൊക്കെ പോകാത്തത് അപ്പോഴാണ് അമ്മ കാണുന്നത്. ആ അമ്മ 9:00 കുട്ടി നിങ്ങൾ ഓതാൻ വന്നതല്ലേ, നിങ്ങൾ ഇവരപ്പം പമ്പരം കളിച്ചു ചോദിച്ചു. അപ്പോഴാണ് ഞാനും ആലോചിച്ചത് ഞാൻ ഓതാൻ വന്നതാണോ. അപ്പം ആ കുട്ടികൾ എന്ത് പറഞ്ഞു, ഉമ്മാനോട് പറഞ്ഞു ഞങ്ങൾ മുരട്ടിനൊപ്പം പോകുകയാണ്. അപ്പം അമ്മ പറഞ്ഞു അന്നൊക്കെ 10 മണിക്ക് കഞ്ഞിയുണ്ട്, അപ്പം എന്നാൽ 10 മണിക്ക് കഞ്ഞി കുടിച്ചിട്ട് പോകാം, ഞാൻ കഞ്ഞി വിളമ്പട്ടെ. ആ അമ്മയും 2 കുട്ടികൾ ഞങ്ങൾ 3 ആളും ഉമ്മ കഞ്ഞി വിളമ്പി തന്ന് ഞാൻ കഞ്ഞി കുടിച്ചു. അങ്ങനെ കഞ്ഞി കുടിച്ചിങ്ങാണ്ട് ഇവരൊപ്പം പോയി. ഇന്നെ പള്ളിക്കാക്കി തരാൻ പോകുന്ന ഈ കുട്ടികൾ ഒരു പള്ളിക്ക വന്നിങ്ങാണ്ട് ഓലിൻ്റെ ഒപ്പം അവിടെ ഇരുന്നു. അങ്ങനെ മീസാൻ കിതാബൊക്കെ തുടങ്ങി. ദുഹർ നിസ്കരിച്ച് കഴിഞ്ഞപ്പം ഈ കുട്ടികൾ പറഞ്ഞു എന്നോട്, നിങ്ങൾ ഞങ്ങളൊപ്പം തന്നെ ഒരു ഉച്ചക്കത്തെ കഞ്ഞി കൂടിയെന്ന് കുടിച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞ ഉസ്താദിനോട് പറയേണ്ടി വരുന്നത്, ഈ കുട്ടികൾ 2 ഉസ്താദിനോട് പോയിട്ട് പറഞ്ഞു മോരാട്ടിനെ കഞ്ഞിക്ക് ഞങ്ങൾ കൊണ്ടായിക്കോളാം. അൽഹംദുലില്ലാഹ് കുട്ടികളൊപ്പം പോയി. അവിടെ പോയി ഉച്ചക്കത്തെ കഞ്ഞി കുടിച്ച് പോരുമ്പോൾ ആ വല്യമ്മ പറഞ്ഞു, മനെ ഞാൻ അന്തിക്ക് എവിടേക്കും പോകണ്ട, ഇങ്ങോട്ട് തന്നെ പോന്നോളേണ്ടി. കണ്ടങ്ങൾ ഇഞ്ചൊരു ഭാഗ്യം കണ്ടങ്ങൾ. അതാ പറഞ്ഞു അന്നേ ഞാൻ അങ്ങനെ ഒരു വലിയ ഭാഗ്യമുള്ള ആളാണ്. ഞാൻ അപ്പോൾ ചെറുതല്ല. അപ്പോൾ രാവിലത്തെ ചായക്ക് പോയതാണ്. പിന്നെ അവിടെയാണ് കൂടി വല്ലാത്ത 4 കൊല്ലം ആ ഉമ്മാൻ്റെ ഭക്ഷണം കഴിച്ചു. കുട്ടിയെന്നാണ് എന്നെ വിളിക്കുക. ഞാൻ പിന്നെ കൂറ്റമ്പാർ ഉസ്താദായി, നമ്മളെ SYSൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റായി, ഇപ്പം മുസ്ലിം ജമാഅത്തിൻ്റെ അങ്ങനത്തെ പ്രസിഡൻ്റായി. ആരാ ഞാൻ അറിയില്ല നിങ്ങൾക്ക്. പക്ഷേ ആ വല്യമാരുടെ അടുത്തേക്ക് ഞാൻ ചെന്ന കുട്ടിയെന്ന് വിളിച്ചു അതുകൊണ്ട് വരും. എന്തൊരു സ്നേഹത്തിൽ. ഒരു ദിവസം ഞാൻ ഭക്ഷണത്തിന് രാത്രി ചെന്നപ്പോൾ ആ ഉമ്മ കുഴങ്ങി കടന്നിക്കണ്. പുറത്ത് എനിക്കുള്ള ഭക്ഷണം അവിടെ കൊണ്ടുവന്ന് വെച്ചിക്കണം. അത് കുഴങ്ങി കിടക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ അത് കൈ കഴുകാനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടില്ല, അത് മറന്നിക്കണം. അപ്പം ഞാൻ അതിനെ വിളിച്ചാനാവൂല. പള്ളിക്കൊന്ന് ഒതുകൊടുത്ത കൈയൊക്കെ ഉണ്ടല്ലോ, അതിമേലാണ് പോട്ടേന്ന് വിചാരിച്ചാണ് ഞാൻ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകാൻ പറയാനും കയ്യകം വെള്ളമില്ല എന്ന് പറയാനും ആ ഉമ്മാനെ വിളിച്ചു. ഉമ്മ കയ്യകം വെള്ളമില്ല, എൻ്റെ ഉമ്മാൻ്റെ വാരി കരുതാണ് ഞാൻ. അപ്പം ആ ഉമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ കുഴങ്ങി കിടക്കുകയാണ് കുട്ടി, എജ്ജ് പോകുമ്പോൾ തോട്ടുന്നാണ് കെങ്ങിക്കോ. അത് എൻ്റെ അമ്മക്ക് എന്നോട് പറയാൻ പറ്റുള്ളൂ, ഒരു ചെറുപുടിയത്തെ അമ്മക്ക് പറയാൻ പറ്റൂല. അതെന്താ, നമ്മളൊരു പോറ്റുമ്മയാണ് ഭക്ഷണം തരുന്ന അമ്മ. അത്ര മനസ്സുകൊണ്ട് നമ്മളെ അടുപ്പാണ്. ഈ ചെറുപുടിയത്തെ അമ്മമാരുണ്ടല്ലോ, ആദ്യമായിട്ട് ഗൾഫിൽ നിന്നുള്ള ഒരു കുപ്പായ ആ ഉമ്മാൻ്റെ ഒരു ആങ്ങള അക്കാലത്ത് ഖത്തറിലുണ്ട്. 1970-74 ഇടയ്ക്കുള്ള കാലത്താണ്. ആ അമ്മ ആങ്ങളൊക്കെ കത്തെഴുതുമ്പോൾ മകനെ കൊണ്ട് കത്തെഴുതിച്ചുമ്പോൾ ഇജ്ജ് എപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്, ആ സാധനത്തിന് വാങ്ങുമ്പം എൻ്റെ ഒരു മൊരാരുട്ടുണ്ട്, അതിനും ഒരു കുപ്പായ ശീല കൊണ്ടുവരണം കേട്ടോ എന്ന് ആ അമ്മ കത്തെഴുതും ആങ്ങളൊക്കെ. അങ്ങനെ ആ ആങ്ങളെ വരുമ്പോൾ ഒരു കുപ്പായത്തിൻ്റെ തുണി എനിക്കും കൊണ്ടുവന്നു. അങ്ങനെയാണ് ആദ്യമായിട്ടൊരു ഫോറിൻ കുപ്പായ ഇട്ടത്. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ നാട്ടിൽ ഈ ആലിമ്യങ്ങളൊക്കെ വളർത്തിയെടുത്തത് ഈ ഉമ്മാരാണ്. ഈ ഉമ്മാരാണ് ഈ ആലിമ്യങ്ങളെ വളർത്തിയെടുത്തത്. അവർക്ക് അതിന് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ തയ്യാറ് നമ്മളെ സാധുക്കളായ മുഅ്മിനീങ്ങളാണ്. ഈ മഹല്ലത്തിൽ എത്ര പണക്കാരെ പേരുണ്ട്? വ്യാപാരി വ്യവസായിൻ്റെ ആരെങ്കിലും ഉണ്ടവിടെ? വലിയ വലിയ കമ്പനി എന്തെങ്കിലും ഉണ്ടവിടെ? എന്നിട്ട് ഇവിടെ 85 മുതല്ലിമീങ്ങൾ നിങ്ങൾ പോറ്റണില്ലേ? പടച്ചോനെ നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, എല്ലാ വീട്ടിലും റഹ്മത്തിന്റെ മലക്കുകൾ കയറി ഇറങ്ങുന്ന വീടാക്കണേ അല്ലാ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. ഒക്കെ നിങ്ങൾ ഈ കുട്ടികളെ നിങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു വന്നിട്ട് ഉമ്മാരെ ഈസാ നബി അലൈഹിസ്സലാം ഒരു കുട്ടി
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതി പഠിച്ചപ്പോ അതിന്റെ ബർക്കത്താണ് ഖബറിലേക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുത്തതെങ്കിൽ ഈ മുതഅല്ലിമീങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തഫ്സീർ ഓതാൻ, മറ്റേ കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹദീസ് ഓതാൻ, മറ്റേ കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം താരീഖ് ഓതാൻ, മറ്റേ കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തസവ്വുഫ് ഓതാൻ, മറ്റേ കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉസൂലുൽ ഫിഖ് ഓതാൻ, ഇങ്ങനെ എല്ലാ കുട്ടികളും ഓതിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നിട്ട് ആ മുതഅല്ലിമീങ്ങൾ ഓതാണ്. ആ കുട്ടികളൊക്കെ ചെല്ലുന്ന ബിസ്മില്ലാഹി മാത്രം മതി ഖബറാളികൾക്ക് രക്ഷപ്പെടാൻ. നല്ല നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മൾ ദർസിനെ സ്നേഹിച്ചോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഹൃദയത്തിന്റെ കൃപ കൊണ്ടാണ്. ഈ ഉമ്മാരും ബാപ്പാരും ഒക്കെ വിചാരിക്കുകയാണ് ഞമ്മക്കും കുട്ടികളുണ്ടല്ലോ, നമ്മളെ കുട്ടികളെ പോലെ ഒരു കുട്ടിയായിട്ട് ഈ കുട്ടിനെ കരുതുക. എന്താ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം അത് കൊടുക്കാം. മൂലകുട്ടിക്കായിട്ട് ഒരു പുതിയത് കൊടുക്കൊന്നും വേണ്ട. എന്താ അന്ന് പെരക്കാർ കഴിക്കാൻ ഉണ്ടാക്കിയത് അതായിരിക്കും കൊടുക്കുക, മൂലകുട്ടിക്കും കൊടുക്കാം. അതാണ് ഇതിന് തൃപ്തിപ്പെട്ട ഭക്ഷണം. നമ്മൾ എന്താ കഴിക്കണത് അതാണ് കൊടുക്കുക, അല്ലേ? പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളെ വീടുകളിലൊക്കെ ഉമ്മാരുണ്ട്. ഉസ്താദിന് ഭക്ഷണം കൊടുക്കേണ്ട പാത്രം കൊണ്ടെന്നാൽ മൂലകുട്ടിക്ക് ഭക്ഷണം കൊടുക്കേണ്ട പാത്രം വന്നാൽ നമ്മളൊക്കെ പെണ്ണുങ്ങളെ നമുക്കറിയാം. ഇങ്ങനെ അത് ഓലെ കൈകൊണ്ട് തന്നെ വളമ്പണം. ആ പാത്രത്തിൽ ഓലെ ഉമ്മാരെ കൈകൊണ്ട് തന്നെ വളമ്പണം. അത് മരുവോള് വളമ്പിയാലും മക്കൾ വളമ്പിയാലൊക്കെ അവർക്കൊരു തൃപ്തി കുറവാണ്, അല്ലേ? അത് കണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പാരമ്പര്യത്തിൽ നമ്മുടെ നാട്ടിലെ ഉമ്മ പങ്ങന്മാരെ ആ കൃപയുടെ, ആ സ്നേഹത്തിന്റെ, ആ മമതയുടെ, ആ വാത്സല്യത്തിന്റെ കാര്യം പോന്നിട്ടുണ്ട്. അങ്ങനെയാണ് ദീൻ ഇവിടെ നിലനിന്നത്.